നഹ്മദുഹു വനുസല്ലി വനുസല്ലിമു അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. വിശുദ്ധ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാസമാണ്. അതുകൊണ്ട് റമളാനും ഖുർആനുമായി അവേദ്യമായ ബന്ധമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എന്താണ് ഖുർആൻ അവതരിപ്പിച്ചതുകൊണ്ട് നമ്മിൽ ഉണ്ടാകേണ്ട നേട്ടവും നാം ഏത് ലക്ഷ്യത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങൾ പറയും. ഒന്ന്, ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും, മുഅ്മിനീങ്ങൾക്കോ ഖുർആൻ വിശ്വസിക്കുന്നവർക്കോ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കോ മാത്രമല്ല, ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. മുഴുവൻ മനുഷ്യർക്കും നേരായ പാത കാണിച്ചു കൊടുക്കുന്നത് ഖുർആനാണ്. ലോകത്ത് പല ഗ്രന്ഥങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതുണ്ട്. വേദങ്ങൾ, മുൻകാല നബിമാർക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന വേദങ്ങൾ പലതുമുണ്ട്. അത് ശരിയായ നിലയിൽ അല്ലെങ്കിലും മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമായെങ്കിലും ഇന്നും ലോകത്തുണ്ട്. ഇത് കൂടാതെ മനുഷ്യനിർമ്മിതമായ വേദഗ്രന്ഥങ്ങൾ പലതും ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. വ്യത്യസ്ത മതക്കാരുടെ വേദഗ്രന്ഥങ്ങൾ, മനുഷ്യനാൽ നിർമ്മിതമായ ധാരാളം ഗ്രന്ഥങ്ങൾ ഇന്നുണ്ട്. പിന്നെ മതപരമായ നിലയിൽ ബന്ധപ്പെട്ടതല്ലാത്ത മറ്റ് മനുഷ്യർ എഴുതി വച്ചിരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ്. പക്ഷേ ഇതെല്ലാം നേർവഴിയിലേക്ക് നയിക്കുമോ? എന്താണ് ഹിദായത്ത്, നേർവഴി, നേരായ പാത എന്ന് പറയുന്നത്? നേരായ പാത എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതാണ്. സൃഷ്ടിയെ സൃഷ്ടാവുമായി ബന്ധപ്പെടുത്തുന്ന വഴിയാണ്. സൃഷ്ടാവിലേക്ക് എത്തണം മനുഷ്യൻ, അപ്പോഴാണ് നേരായ വഴിയാകുന്നത്. വേറെ ഏത് സ്ഥലത്തേക്ക് എത്തുന്ന വഴിയിൽ പോയാലും മനുഷ്യൻ അതെല്ലാം തെറ്റായ പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ അവൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ചലനങ്ങളും മുഖേന അള്ളാഹുവിലേക്ക് എത്തുന്നവനാകണം. ആ അള്ളാഹുവിൻ്റെ അടുപ്പം കിട്ടിയാൽ അവൻ്റെ വാസസ്ഥലം സ്വർഗമായിരിക്കും. അവൻ സ്വർഗത്തിലേക്കാണ് ചെന്നുപെടുക, അവിടെയാണ് അവൻ എത്തിപ്പെടുക. ഈ സ്വർഗത്തിൻ്റെ പാത ഏതാണ്, അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള വഴി ഏതാണ് എന്ന് വ്യക്തമായ നിലയിൽ നിർദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ മാത്രം. മുൻകാല നബിമാരുടെ വേദങ്ങളിൽ നേർവഴി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ ആ കാലത്തിന് യോജിച്ച തരത്തിൽ അന്നുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഖുർആനിൽ നിർദ്ദേശമുണ്ടായിരുന്നത്, അല്ല ആ വേദങ്ങളിൽ നിർദ്ദേശമുണ്ടായിരുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ എക്കാലത്തും നിലനിൽക്കുന്നത്, കാലാകാലം നിലനിൽക്കുന്നത്, ലോകാവസാനം വരെ ജനങ്ങൾക്ക്, മനുഷ്യരുള്ള കാലത്തോളം മനുഷ്യന് മാർഗദർശനം നടത്തേണ്ടതാണ്, നൽകേണ്ടതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കാലത്തിനോ പ്രദേശത്തിനോ ഏതെങ്കിലും മറ്റ് തരത്തിലുള്ള വിഭാഗീയതകൾക്കോ ഒന്നും വിധേയമാകാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും എക്കാലത്തും എല്ലാ വിഷയത്തിലും നേരായ മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യനുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾ വന്നാലും, ഏത് കാര്യങ്ങൾ മനുഷ്യൻ ബന്ധപ്പെടേണ്ടി വന്നാലും അതിനെല്ലാമുള്ള നിർദ്ദേശം ഖുർആനിലുണ്ട്. നിർദ്ദേശമെന്ന് പറഞ്ഞാൽ നേരായ വഴി, അത് മുഖേന സ്വർഗത്തിലേക്ക് എത്തുന്ന വഴി. ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നു, ഇബാദത്ത് ചെയ്താൽ എങ്ങനെ അത് സ്വർഗത്തിലേക്ക് എത്തുന്ന ഇബാദത്താകും? അള്ളാഹുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന, അള്ളാഹുവിന് പൊരുത്തമായ ഇബാദത്താകും. ഇത് ഖുർആനിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യൻ കച്ചവടക്കാരനാണ്, അവൻ്റെ കച്ചവടം എങ്ങനെ അവൻ്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിക്കൊടുക്കുകയും ചെയ്യും, ഖുർആനിൽ നിന്ന് പഠിക്കണം. ഒരു മനുഷ്യൻ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ തൊഴിലെടുക്കുന്നവനാണ്, കൂലിപ്പണിക്കാരനാണ്, മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നവനാണ്, ഇവരുടെ ഈ പ്രവർത്തനങ്ങളിൽ കൂടി എങ്ങനെ ഇവർക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും, എങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യം ഇവർക്ക് അതിൽ കൂടി നേടാൻ സാധിക്കും, അതിന് വഴി കാണിച്ചു കൊടുക്കുന്നത് ഖുർആൻ മാത്രമാണ്. ഖുർആനിലാണ് ഇതിന് നിർദ്ദേശങ്ങളുള്ളത്. വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, ഈ മാർഗങ്ങളിലെല്ലാം മനുഷ്യന് നേരായ വഴി, ഹിദായത്ത് അഥവാ അള്ളാഹുവിലേക്ക് എത്തുന്ന, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന മാർഗം ഏതാണ് എന്ന് അറിയിച്ചു കൊടുക്കുന്നത് ഖുർആൻ മാത്രമാണ്. വേറെ ഒരു വേദങ്ങളിൽ നിന്നും അത് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ ഈ ഖുർആനിനെ പഠിക്കുകയും അതിനെ പകർത്തുകയും അതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ ഹിദായത്തിൽ, നേരായ പാതയിലെത്തുന്നത്. ഒന്ന്, എല്ലാ കാര്യങ്ങളിലുമുള്ള നേരായ പാത, ഹുദൽ ലിന്നാസ്,
രണ്ടാമത്തത് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങളിൽ ഏതാണ് നേര്, ഏതാണ് കളവ്, ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്നുള്ളത് വേർതിരിക്കുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിൻ്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോഴാണ്. ഫുർഖാൻ, ഖുർആനിന് മറ്റൊരു പേരാണ് ഫുർഖാൻ. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുന്നത്, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നത് എന്നാണ് ഫുർഖാനിൻ്റെ അർത്ഥം. ഖുർആൻ ഫുർഖാനാണ്. ഇപ്പൊ ലോകത്ത് മനുഷ്യന് ധാരാളം പ്രശ്നങ്ങൾ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരിക്കലും പ്രശ്നത്തിൽ നിന്ന് ഒഴിവല്ല മനുഷ്യൻ. ഇത് ഖിയാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ മുഴുവനും മനുഷ്യന് സത്യവും അസത്യവും വേർതിരിയണം. നേരായതേതാണ്, തെറ്റിയതേതാണ് എന്ന് മനുഷ്യൻ അറിയണം. അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ അവന് നേരായതിനെ എടുത്ത് സത്യത്തിൽ ഉറച്ചു നിന്ന് അസത്യത്തെ തള്ളി തെറ്റായ വഴിയിൽ നിന്ന് മാറാൻ സാധിക്കും. ഈ ഫുർഖാൻ വേർതിരിവ് തരുന്നത്, ഇതിനെ വേർതിരിച്ച് തരുന്നത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനെ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ വിശുദ്ധ ഖുർആനിനെ അള്ളാഹു അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയമാണ് വിശുദ്ധ റമളാൻ. അതുകൊണ്ട് റമളാനിൽ നമുക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം കൂടുതലാകണം. ഒന്ന്, അതിൻ്റെ പാരായണത്തിൽ കൂടിയുള്ള ബന്ധം. സാധിക്കുന്നത് പോലെ നാം ഖുർആൻ പാരായണം ചെയ്യണം. എത്ര കൂടുതൽ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കുമോ അത്ര കൂടുതൽ പാരായണം ചെയ്യണം. ഇനി ഖുർആൻ ഓതുന്നത് നമുക്ക് അറിയാത്തവരാണെങ്കിൽ നാം ഖുർആൻ ഓതുന്നതിന് പഠിക്കണം. കുറഞ്ഞ പക്ഷം നമുക്ക് അത്യാവശ്യമായി നമ്മളുടെ നമസ്കാരങ്ങളിൽ ഓതാനുള്ള ഫാത്തിഹയും ചെറിയ സൂറത്തുകളെങ്കിലും നാം തെറ്റില്ലാതെ ഓതാൻ പഠിക്കുന്നവരാകണം. അതിനുവേണ്ടി നമ്മളുടെ റമളാനിൻ്റെ സമയം നാം പ്രയോജനപ്പെടുത്തണം. ഖുർആൻ അങ്ങനെ പഠിക്കുക. അതുപോലെ തന്നെ ദിവസവും ഖുർആൻ ഓതുന്ന നമ്മൾ ദിവസവും കുറച്ചെങ്കിലും ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ദിവസം ഒരു ജുസ് ഖുർആൻ ഓതുന്നു, എന്നാൽ ആ ഒരു ജുസുവിൻ്റെ ഏതെങ്കിലും ചെറിയ ഒരു ഭാഗം, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ 4, 5, 10 ആയത്തുകൾ, ഈ ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ ആശയവും എന്താണ്, അള്ളാഹു എന്താണ് നമ്മളോട് പറയുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമാണ്. അള്ളാഹു തആല അവൻ്റെ അടിമകളായ നമ്മളോട് സംബോധന ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉടമസ്ഥനായ അള്ളാഹു നമ്മളോട് എന്താണ് പറയുന്നത്, എന്താണ് അള്ളാഹുവിൻ്റെ ഈ നിർദ്ദേശം എന്ന് നാം മനസ്സിലാക്കാതെ ആയാൽ നമ്മളെക്കാൾ കഴിവ് കെട്ടവർ പിന്നെ ആരാ ഉണ്ടാകുന്നത്? നമ്മളുടെ സൃഷ്ടാവായ ഉടമസ്ഥനായ അള്ളാഹു നമ്മളോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ നേരിൽ പറയുകയാണ്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് കണ്ടാൽ നമുക്കറിയാത്ത ഭാഷയിലാണ് അതുള്ളതെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകളുടെ അടുക്കൽ പോയി അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് ഒരു മടിയുമില്ലാത്തവരാണ്. അതിന് എത്ര ദൂരം സഞ്ചരിക്കാനും എത്ര സമയം ചെലവഴിക്കാനും എത്ര പണം ചെലവഴിക്കാനും നാം തയ്യാറാണ്. കാരണം ആ ഫോം ശരിയായ നിലയിൽ പൂരിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ നമ്മൾക്ക് ഉണ്ടാകേണ്ട, നമ്മൾ ഉദ്ദേശിക്കുന്ന നേട്ടം നേടാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഏത് ഭാഷയിലാണെങ്കിലും എനിക്കറിയാത്ത ഭാഷയിലാണ് എന്ന് വിചാരിച്ച് ആ ഫോം വാങ്ങിക്കാതെയോ അല്ലെങ്കിൽ അത് പൂരിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാതെയോ ഇരിക്കാറില്ല. നമ്മൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു നിർദ്ദേശം വന്നു, എത്രയോ നിർദ്ദേശങ്ങൾ, എത്രയോ കാര്യങ്ങൾ നമുക്ക് അറിയിക്കപ്പെടുന്നു. നമ്മളുടെ ഭരണകൂടത്തിൽ നിന്ന്, പഞ്ചായത്തിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, കോർപ്പറേഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, കോടതിയിൽ നിന്ന്, പോലീസ് സ്റ്റേഷനിൽ നിന്ന്, മറ്റേതെങ്കിലും ഓഫീസുകളിൽ നിന്ന് ഒക്കെ നമുക്കൊരു കടലാസ് വന്നത് നമുക്കറിയാത്ത ഭാഷയിലാണ്, ഇംഗ്ലീഷിലാണ്, ഹിന്ദിയിലാണ്. എന്നാൽ നാം എന്ത് ചെയ്യും? മലയാളികൾ എനിക്കറിയാത്ത ഭാഷയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയോ? നിസ്സാരം ഇരിക്കട്ടെ, നമ്മളുടെ കൈവശം ഇരിക്കുന്ന മൊബൈലിൽ ഒരു മെസ്സേജ് എവിടെന്നെങ്കിലും കണ്ടു, മെസ്സേജ് വന്നു, നാം നോക്കിയപ്പോൾ നമുക്കറിയാത്ത ഭാഷയിലാണുള്ളത് എങ്കിൽ നാം ആരോടെങ്കിലും അറിയുന്നവരോട് ചോദിച്ചത് മനസ്സിലാക്കാതിരിക്കുകയില്ല. ചിലപ്പോൾ അത് മനസ്സിലാക്കുന്നത് നമുക്ക് യാതൊരു ഉപയോഗവും ഉള്ളതായിരിക്കുകയില്ല. എന്തെങ്കിലുമെല്ലാം പരസ്യങ്ങളോ എന്തെങ്കിലുമെല്ലാം മോശമായ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. എങ്കിലും അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വ്യഗ്രത ഉള്ളവരാണ്. ഈ സ്ഥിതിക്ക് നമ്മളുടെ ഉടമസ്ഥനായ, സൃഷ്ടാവായ, സർവാധിപതിയായ, നമുക്കെല്ലാം നൽകുന്ന കാരുണ്യവാനായ അള്ളാഹു നമ്മളോട് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ അള്ളാഹു എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളോട് എന്താണ് നമ്മളുടെ ഉടമസ്ഥൻ പറയുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടി നാം ശ്രമിക്കുന്നില്ല. അത് നമ്മളുടെ ഒരു ജോലിയായി നാം എടുക്കുന്നില്ല. നമ്മൾ അതിലേക്ക് അല്പം പോലും തിരിയുന്നില്ല എന്ന് വന്നാൽ നമ്മളെക്കാൾ ഭാഗ്യം കെട്ടവർ
നമ്മളെക്കാൾ നഷ്ടവാളികൾ പിന്നെ ആരാണ് ഈ ലോകത്തുണ്ടാവുക? അതുകൊണ്ട് വിശുദ്ധ റമദാനിൽ നമ്മൾ ഖുർആൻ വെറുതെ പാരായണം ചെയ്യുന്നവരാണ്, ശരിയാണ്, നല്ലതാണ്, ഉയർന്നതാണ്, വലിയ പ്രതിഫലമുള്ളതാണ്. അതിനോട് കൂടെ തന്നെ അല്പാൽപമായിട്ടെങ്കിലും അള്ളാഹു എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഖുർആനിൻ്റെ ചില ആയത്തുകളെങ്കിലും പഠിച്ച് അറിയുന്നവരോട് ചോദിച്ച്, ഇല്ലെങ്കിൽ നമ്മളുടെ മസ്ജിദുകളിൽ നടക്കുന്ന ഖുർആനിൻ്റെ വിശദീകരണം ക്ലാസ്സുകളിൽ നമ്മൾ മുടങ്ങാതെ പങ്കെടുത്ത് അത് നമ്മളുടെ ഒരു പതിവാക്കി മാറ്റുക. റമദാനിൽ അതിന് പരിശീലനം നേടി ജീവിതകാലം മുഴുവൻ, വർഷം മുഴുവനും അത് പ്രയോജനപ്പെടുത്തുക. ഇങ്ങനെ വിശുദ്ധമായ ഖുർആനുമായി നമുക്ക് കൂടുതൽ ബന്ധമുണ്ടാക്കി എടുക്കേണ്ട മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൽ ഖുർആനിൻ്റെ അവതരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് അതിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തന്നു. നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നിങ്ങളെ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന പാതയാണ് ഈ ഖുർആൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, വരച്ച് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള തീരുമാനം, അതിൻ്റെ യഥാർത്ഥമായ വേർതിരിവ് ഖുർആനിലാണുള്ളത്. അതിൽ കൂടിയേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞ് നമുക്ക് ഖുർആൻ അവതരിപ്പിച്ചു തന്നപ്പോൾ നാം അതിനെ ഗൗനിക്കാതിരിക്കുക, അതിന് ഗൗരവം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നും വരുന്ന വലിയ വീഴ്ചയാണ്. അതുകൊണ്ട് വിശുദ്ധ റമദാനിൽ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടാൻ നാം തയ്യാറാകണം. അവസരങ്ങൾ വളരെ കുറഞ്ഞു, അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നാം അതിനു വേണ്ടി തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ ശരിയായ നിലയിൽ പ്രയോജനപ്പെടുത്താനും വിശുദ്ധ ഖുർആനുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും നാം എല്ലാവർക്കും, മുഴുവൻ മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.